കൊച്ചുണ്ണാണോ നിങ്ങൾ കുളിച്ച് സുന്ദരനായി വന്ന് കേട്ടോ. കുളിച്ചോ കുളിച്ചോ. അച്ഛൻ കുളിപ്പിക്കുന്ന പൂനേനെ വേണ്ടില്ല, കുളിപ്പിക്കുന്ന അല്ല വെള്ളം ചൂടുവെള്ളത്തിലാട്ടോ. ഒരുപാട് ഒഴിക്കേട്ടോ, ഒരുപാട് ഒഴിക്കും. വേറെ എടുക്ക്. അതെ ഷാമ്പു തീർന്നു പോയി. എടുക്കണോ? ഇപ്പോൾ പുതിയ ഷാമ്പു വേണം. ഇനിയുണ്ട് 2 എണ്ണം ഇനി ഇരിപ്പുണ്ട് എക്സ്ട്രാ. പൊന്നോ സുന്ദരനായി വാ ഏട്ടാ, സുന്ദരനായി വാ കുളിച്ച്. അപ്പം അവിടെ കുളിയും ദേവാരം കുളി കഴിഞ്ഞ് തുടക്കുന്ന കേട്ടോ. ഇനി ഒന്ന് മുകളിലൊക്കെ കൊണ്ടുപോയി പിന്നെ വെയിലുണ്ടല്ലോ, നല്ല ചൂടാണ്, വെയിലുണ്ട്. അപ്പോൾ ഒന്ന് ഓടിക്കഴിഞ്ഞിട്ട് ഒന്ന് ചീകി കൊടുക്കും അച്ഛ. ഒരു ടർക്കിയിട്ട് തുടച്ചു കേട്ടോ. പിന്നെ ഒരു ഉണക്ക തോർത്തിട്ട് തുടക്കണം. ഇരുന്ന് കൊടുക്കുന്ന കണ്ടോ. ആ നല്ല മോനാണ് എൻ്റെ. പണിക്കാരുണ്ട്, ലേബേഴ്സുണ്ട് കേട്ടോ. ചായ കൊടുത്തിട്ട് വരട്ടെ. പിന്നെ മമ്മിയുടെ പിറകെ നടക്കണം. ഇവിടെ വന്നേ ബാ. ഇങ്ങനെ മമ്മിയുടെ പിറകെ നടക്കുന്നതേ. ഇവിടെ ചെയറിലിരുന്നാൽ ഇവിടെ വന്നിരിക്കും. ഇങ്ങനെ നടക്കല്ലേ, ഈ ചൂടത്തിരിക്കണ്ട, പോക്കോ. നിനക്ക് ഫുഡൊക്കെ തന്നല്ലോ. ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇവനെ ഞാൻ അടുക്കളയിൽ ഇവന് കുറച്ച് നേരം റൂമിലിരിക്കും, എന്നിട്ട് അവിടെ ഉള്ളവരുടെ അടുത്ത് പരശാൻ ചെയ്യും, അതായത് കരയും. അവന് പുറത്തേക്ക് ഇറങ്ങി വരണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് അവൻ അറിയണം, ഞാനിവിടെ ഉണ്ടോ എന്ന്. ഉടനെ അച്ഛൻ വാതിൽ തുറന്നു കൊടുക്കും, അല്ലെങ്കിൽ മോള് വാതിൽ തുറന്നു കൊടുക്കും. അവിടെ കരയുമ്പോൾ എന്നെ കണ്ടു, ഒന്ന് ഇരുട്ടത്തൊക്കെ ഇരിക്കുന്നത് ഇത് കണ്ടോ. ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഇവിടെ ഇരിക്കണം. ഇത് കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ. ഇപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്നേഹം. ഇവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം കേട്ടോ. ഇവരുടെ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ തോറ്റു പോകും. എന്നാൽ ഒരു റൂമിൽ കിടക്ക്, ഒന്ന് അച്ഛയുടെ റൂമിൽ കിടക്ക്, അല്ലെങ്കിൽ ചേച്ചിയുടെ റൂമിൽ കിടക്ക്. ഇത് അവിടെ കുറച്ചു നേരം കിടന്നു കഴിഞ്ഞാൽ ഇവിടെയും വരണം അവിടെയും വരണം. അച്ഛൻ വഴക്ക് പറഞ്ഞു, എവിടെയെങ്കിലും ഒരു റൂമിൽ കിടക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പുറകെ വന്നു, ഇവിടെ വന്ന് കിടക്കടാ ഈ ചൂടത്ത് പോയിരിക്കാതെ എന്ന്. അടുക്കളയിൽ ചൂടല്ലേ, നമ്മുടെ എക്സോസിസ്റ്റ് ഫാനും ചിമ്മിനിയും ഒക്കെ ഇട്ടിരുന്നാലും ചൂട് കൂടുതലാട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നത് ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു, ഒന്ന് റെസ്റ്റ് അടിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കസേരയിൽ വന്നിരുന്നപ്പോൾ അതേ വന്ന് കിടക്കുന്നതായി കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണേ. നിങ്ങളുടെയൊക്കെ ശക്തി, നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് മാത്രമല്ല എൻ്റെ ഒരു ശക്തിയും പ്രചോദനവും ഒക്കെ കേട്ടോ. അപ്പോൾ വലിയ കണ്ടൻ്റൊന്നും എൻ്റെ മോനിലുണ്ടാവില്ല, പക്ഷെ അവൻ്റെ സ്നേഹവും അവൻ്റെ ആ ഡെയിലിയുള്ള ആ ഒരു അവൻ്റെ ജീവിതചര്യയും ഒക്കെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. സത്യമായിട്ടും പറഞ്ഞാൽ ഇവരുടെയൊക്കെ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ തോറ്റു പോകുന്നേ. വഴക്കേ പറയാൻ പറ്റൂല. അവനെ കണ്ടു കഴിഞ്ഞാൽ, അവനെ കണ്ടാൽ നമുക്ക് വഴക്ക് പറയാൻ പറ്റൂല. അവനെ ഇടയ്ക്ക് കൊഞ്ചണം. നിൽക്കും മമ്മി കുക്കർ ഓഫ് ചെയ്യട്ടെ. കണ്ടില്ലേ ഇരിക്കുന്നത്, കണ്ടില്ലേ? ഇതൊക്കെയാണ് വേല. എവിടെ ഇരിക്കണം അതിൻ്റെ ഇടയിൽ വന്നിരിക്കും. ചിലപ്പോൾ ഇരുട്ടത്ത് നേരത്തെ കിടക്കുന്നത്. ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവനെ കാണാനില്ല. നോക്കിയപ്പോൾ ഇരുട്ടത്ത് കിടക്കുന്ന അടുക്കളയിൽ ഞാനുണ്ടല്ലോ, ഞാൻ കണ്ടില്ല. ഞാനപ്പോൾ പറയും, നീ എന്തിനാ ഇരുട്ടത്ത് കിടക്കുന്നേ? അപ്പോൾ മമ്മി അറിയാതെ വന്ന് പെട്ടെന്ന് എന്തെങ്കിലും പണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചവിട്ടൂലേ. ഇന്ന് മോനെ ചോദിച്ചു ഒന്നിട്ടൂടി ഈ വയ്യ ഇരിപ്പും കിടപ്പൊക്കെ നോക്കൊന്ന്. കണ്ടില്ലേ, നിങ്ങൾ കണ്ടോ ഈ ഇരിപ്പും കിടപ്പൊക്കെ? ഇങ്ങനെ ഒരു കുഞ്ഞി കണ്ണൻ മമ്മിയുടെ. മമ്മി വിട്ടു പോകത്തേയില്ല എൻ്റെ പൊന്ന്. ഒന്നി അവിടെ കിടക്കണം ആ റൂമിൽ, അല്ലെങ്കിൽ ഇപ്പുറത്തെ ചേച്ചിയുടെ റൂമിൽ കിടക്കണം. ഇത് ഒരിടത്ത് കിടക്കൂല ശരിക്കും. എല്ലാവരോടും കളിക്കണം. ഒക്കെയാണ് കളി. കണ്ടില്ലേ? ചേച്ചിയുടെ അടുത്ത് പോകണം. ചേച്ചി പോകുന്നതിൻ്റെ പറയുന്നത്. അപ്പോൾ ചേച്ചിയുടെ മോഹം ഞാൻ കാണിച്ചില്ല കേട്ടോ. പറയാൻ പോകുന്ന. അപ്പോൾ ആ ചേച്ചിയുടെ റൂമിൽ പോയി കൊച്ചു ദേ വരുന്നുണ്ട്.
അച്ഛനെ ഇച്ചിരി പനിയുണ്ട്. അപ്പോൾ അതാണ് പനിയും തലവേദനയാണ്ടാണ് ആ തോർത്ത് തലയിൽ കെട്ടിയിരിക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ, ഭയങ്കര ജലദോഷവും ഇതും. അപ്പോൾ AC ഇട്ട് കിടക്കുമ്പോഴേ കാത് മൂടിക്കിടക്കാനാണ് ആ തോർത്ത് അങ്ങനെ കെട്ടിയിരിക്കുന്നത്, വേറെ ഒന്നുമല്ല, തലവേദനയും. എന്നിട്ട് ഹോളിലിരുന്ന് TV വെക്കാതെ ഇവിടെ ഇരുന്ന് കിടക്കാൻ വേണ്ടി കിടന്ന് TV കാണാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഇവനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരികയും ചെയ്യും, അത് പറ്റേയില്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. ഇങ്ങനെയൊക്കെ പോകുന്നു നമ്മുടെ ജീവിതവും എൻ്റെ മോൻ്റെ ജീവിതമൊക്കെ. കട്ടിൻ്റെ അടിയിലേക്ക് ഇടരുത് കേട്ടാ, ആടി പിടിക്കുന്നുണ്ടോ, കണ്ടോ പിടിക്കുന്നത്, കണ്ടോ കണ്ടോ, കട്ടിൽ വെച്ചേക്കണം, കണ്ടോ കണ്ടോ കണ്ടോ, ബോളെടുത്തിട്ട് കട്ടിലിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നിൽക്കുന്ന പൊന്നോ. അച്ഛന് വയ്യേ, എന്ത് ഇപ്പം പൊന്നോ, ബോളെന്തി ഇപ്പം തന്ന ബോള്, എൻ്റെ പൊന്നു ബോൾ എന്തിയടാ, അച്ഛന് വയ്യ, നീ അടുത്ത് പോയി പനി പിടിക്കല്ലേ പൊന്നുവേ. അച്ഛന് ഭയങ്കര ആദ്യം മോനായിരുന്നു, ചേട്ടനായിരുന്നു ജലദോഷം പനി, അതിങ്ങനെ വിട്ടുമാറി എനിക്ക് ജലദോഷമായി, എനിക്കും തലവേദനയുണ്ട് ഭയങ്കര, മൂക്ക് നിറഞ്ഞിട്ട്. കണ്ടോ എടുക്ക്. അച്ഛൻ്റെ അടുത്ത് പോയി ഇരുന്ന് പനി പിടിക്കല്ലേ. ചോ കളിക്കുന്നു. എടുക്ക്, ഡ്രസ്സിൻ്റെ വേണ്ട അടിയിൽ എടുക്ക് പൊന്നോ. അതിൻ്റെ അടിയിൽ നോക്കണം, നിങ്ങൾ അറിയട്ടെ മാമ. പിടിച്ചോ, ക്യാച്ച് ഡാഡിയുടെ അടുത്തേക്ക് പോ. ക്യാച്ച്. കട്ടിൻ്റെ അടി പോയില്ലേ, എനിക്ക് വയ്യ ഇനി എടുക്കാൻ, എനിക്ക് വയ്യ എടുക്കാൻ. അതെ, തന്നെ കൈയിട്ട് അടിച്ചോളൂ, തന്നെ കളിച്ചോളൂ. കണ്ടോ എന്തൊക്കെ ചെയ്യുന്നെന്ന്, തന്നെ കളിച്ചോളും കേട്ടോ. തന്നെ എവിടെ ഒരു ബോൾ കളിക്കാനാണ്, ഇപ്പത്തെ കഴിച്ചതൊക്കെ ദഹിക്കും. കണ്ടോ കാണിക്കുന്ന അഭിപ്രായം കണ്ടോ, കണ്ടോ, കൈ കൊണ്ട് തട്ടടാ, കൈ കൊണ്ട് എടുക്ക പോനോ. കണ്ടോ ബോൾ കളി കണ്ടോ, നിങ്ങൾ കണ്ടോ അവൻ്റെ ബോൾ കളി. കണ്ടോ ആട് വില്ലനാണ് കേട്ടോ. അവൻ ആരാന്നറിയാമോ, അവൻ മെസ്സിയാണോ. എടുത്തോട്ട് വാ. കണ്ടോ നിങ്ങൾ, കളിയൊക്കെ കണ്ടല്ലോ നിങ്ങൾ. എടുത്തോട്ട് വാ പൊന്നോ. കണ്ടോ തട്ടുന്നുണ്ടോ, കൈ കൊണ്ട് തട്ടുന്നുണ്ടോ. എടുത്തോണ്ട് വാ തട്ട് പന്ന. എനിക്ക് വയ്യ. ഇങ്ങോട്ട് മമ്മ എടുത്ത് തട്ടിക്കോ, കൈ കൊണ്ട് തട്ടിത്താ മാമിക്ക്. നീ കഴിച്ച ചിക്കനൊക്കെ ദഹിച്ചു. അപ്പോൾ ചിക്കനൊക്കെ കൊടുത്തതാണ് കേട്ടോ, ദഹിച്ചു. വെള്ളം കുടിച്ചു കുറേ, ചൂടുവാണല്ലോ. തളർന്നാ പൊന്ന് തളർന്ന. ഇത് രാത്രിയിലുള്ള കളിയാണ് കേട്ടോ. ചേച്ചി വന്നപ്പോൾ ഒന്ന് കൊഞ്ചി, ചേട്ടൻ വന്നപ്പോൾ ഒന്ന് പിറകെ നടന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ ഞാൻ പറഞ്ഞ് ചെന്നിരിക്കല്ലേടാ, അച്ഛന് പനിയാണ്, അപ്പോൾ മോനും പനി പിടിക്കും എന്ന് പറഞ്ഞു. എന്നാലും അവൻ അച്ഛൻ്റെ കൂടെ കിടക്കുള്ളൂ, പനിയുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ കിടക്കുള്ളൂ. അപ്പോൾ മോൻ്റെ കളിയൊക്കെ കണ്ടല്ലോ. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഞാൻ 1.5 വീഡിയോ ഇടുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്ററൊക്കെ നടന്നു. ഇനിയിപ്പോൾ 28-ാം തീയതി, ഈ മാസം 28-ാം തീയതി പൂജയാണ്, ദുർഗാ പൂജയാണ്.
17-ാം തീയതി വിശ്വകർമ്മ പൂജ കഴിഞ്ഞ് 28-ാം തീയതി ഇവരുടെ ഫെസ്റ്റിവൽ, അതായത് കൽക്കട്ടയുടെ ഫെസ്റ്റിവൽ, നമ്മുടെ ഓണം പോലെ ദുർഗാപൂജ അറിയായിരിക്കും പലർക്കും. അപ്പോൾ ദുർഗാപൂജ 9 ദിവസം ഭയങ്കര അടിപൊളിയായിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് മോൻ്റെ കൂടെ ബൈക്കിലൊക്കെ കാറും കൊണ്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, അത്ര തിരക്കായിരിക്കും. മഴയുണ്ടാവും ആ സമയത്തൊന്ന് ബംഗ്ലാ ന്യൂസിൽ പറഞ്ഞു പൂജാ സമയത്ത് മഴയായിരിക്കുമെന്ന്. എന്നിരുന്നാലും മോൻ്റെ ബൈക്കിൽ പോയി അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു പണ്ടലും അതൊക്കെ എടുക്കാൻ നോക്കാം. അപ്പോൾ വിശ്വകർമ്മ പൂജയും എൻ്റെ കൂട്ടുകാരൻ്റെ കമ്പനിയിലൊക്കെ ഉണ്ടാവും, അപ്പോൾ അതും എടുക്കാൻ നോക്കാം. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ വിശ്വകർമ്മ പൂജ കഴിയുമ്പോൾ പിന്നെ 2 ദിവസം മേസ്തിരി മരുവിലായിരിക്കുന്നതെന്ന് പറഞ്ഞുകൂടെ എത്ര നാൾ മുടങ്ങിക്കിടക്കുന്നൊന്നും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും, ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെ കണ്ട് ഷെയർ ചെയ്യണം കേട്ടോ. അവൻ്റെ കളികളൊക്കെ കണ്ടില്ലേ, നല്ല ബോളറാണ് കേട്ടോ മോൻ. ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ഒരു ഫുട്ബോളറായിരുന്നു എന്ന് തോന്നുന്നു. നല്ല അതാ ഇത്രയും നീളവും, ഇവൻ്റെ നീളം കണ്ടോ, ഇവൻ നല്ല നീളമാണ്. അത് ലംബ ചോടയാണ്, അത് നല്ല നീളമാണ്, പൊക്കമാണ്. ജന്മത്തിൽ മോന് ഫുട്ബോളറായിരുന്നോ? ഈ ജന്മത്തിൽ ആരോ മെസ്സിയാണോ? കുത്തിയിരിക്കുന്നു. ഇപ്പം ലൈൻ രാവിലെ പോയി കേട്ടോ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെയൊക്കെ. ഇരിപ്പ് കണ്ടോ, കാറ്റ് കൊള്ളാനിരിക്കുന്ന, ലൈൻ പോയിട്ട് ജനലിൻ്റെ അവിടെ വന്നിട്ട് കാറ്റ് കൊള്ളാനിരിക്കുന്ന കണ്ടോ കാറ്റ് കൊള്ളാനിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ലൈൻ പോയിട്ടേ കൊച്ച് കാറ്റ് കൊള്ളാൻ വന്ന് ജനലിൻ്റെ അവിടെ ഇരിക്കുന്ന ഇരിപ്പാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ, പക്ഷേ ലൈൻ പോയി. രാവിലെ തൊട്ട് ലൈൻ പോയതാണ്. ചമ്മന്തിക്ക് അരക്കാൻ പോയത് ലൈൻ പോയത് ഒപ്പം. പിന്നെ ഹസ്ബൻഡ് ഇഡ്ഡലിയും കൂട്ടി എന്തോക്കെ കറിയൊക്കെ കൂട്ടി കൊടുത്തു. ഇനിയിപ്പോൾ എല്ലാം അരക്കണം എന്ന കണ്ണും കണ്ടുകൂടെ. എല്ലാം അടുക്കളയിൽ ഒരു ഇരുട്ടും കണ്ടോ, ആ ഇരിപ്പ് കണ്ടോ കാറ്റ് കൊള്ളാനിരിക്കുന്ന മോൻ. ആ ഇരിപ്പ് കണ്ടില്ലേ ഫ്രണ്ട്സ്? അയ്യോ ലൈനില്ല, എന്ത് ചെയ്യും മമ്മി, ചൂടെടുക്കുന്ന, കാറ്റ് കൊള്ളട്ടെ. കണ്ടില്ലേ? ഇതൊക്കെയാണ് എൻ്റെ വിദ്യ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. കണ്ടില്ലേ കാറ്റ് കൊള്ളാൻ? ആ ഇരിപ്പ് കണ്ടോ, പാവം. അങ്ങനെ ഒന്ന് കണ്ണടക്കണം കേട്ടോ. ചൂടായണ്ടേ പിള്ള ചൂടായണ്ട്. നമ്മൾ കാറ്റ് കൊള്ളാൻ കയറി നിൽക്കുന്നതാണേ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം. അതുവരേക്ക് ബായ്. കണ്ടില്ലേ കുറച്ച് കാറ്റ് കൊള്ളാൻ കയറി നിൽക്കുന്നു. ലൈൻ പോയപ്പോൾ കാറ്റ് കൊള്ളാൻ ജനലിൻ്റെ അവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ നിങ്ങൾ? ഇതൊക്കെയാണ് എൻ്റെ മോൻ്റെ. കണ്ടോ, ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ.